അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഒരു സ്പാ പോലെ ബൗൺസി ആയിട്ടും അതുപോലെ തന്നെ സിൽക്കി ആയിട്ടുള്ള ഒരു ഹെയർ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇവിടെ അരിയാണ്. അപ്പോൾ ഞാനൊരു 2 പിടി അരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചോറ് വെക്കുന്ന സമയത്ത് നിങ്ങൾ ഉപ്പിടാണ്ടാണ് എടുക്കണമെന്ന് വെച്ചാലും, അതായത് ചോറ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതായാലും മതിയില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ സ്പെഷ്യലായിട്ട് ഇതിന് വേണ്ടിയിട്ടാണ് 2 പിടി അരി എടുത്തിട്ട് ഞാൻ തിളപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കഞ്ഞി പരുവത്തിലാവാൻ വേണ്ടി. ഇനി നമുക്ക് അലോവേരയാണ് വേണ്ടത്, കറ്റാർവാഴ. അപ്പോൾ ഞാൻ തോട്ടത്തിൽ വന്നിട്ട് അത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്ട്രാൻഡാണ് ഞാനത് പൊട്ടിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊലി ചെത്തി കളഞ്ഞിട്ട് ഞാനിങ്ങനെ കഴുകിയിട്ട് തൊലി ചെത്തി കളഞ്ഞു കേട്ടോ. അതിങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് പിന്നെ ഈ കഞ്ഞിയായത് ഞാൻ വീണ്ടും അതൊരു തണുത്തിട്ടാണ് ഞാൻ ജാറിൽ മാറ്റിയിട്ട് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഒരു ഭയങ്കര സ്മൂത്തായിട്ടുള്ള പരുവത്തിൽ വേണം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനത് പതുക്കെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിന് പകരം, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കറ്റാർവാഴ ഇല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് ഉണ്ടല്ലോ, അതായത് അഴ്സി എന്നാണ് പറയുക ഹിന്ദിയിലെന്ന് തോന്നുന്നു, പിന്നെ അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് എന്ന് ഇംഗ്ലീഷിലും പറയും. അതിനെ തിളപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ജെല്ലായിട്ട് എടുത്താലും മതി. നിങ്ങളുടെ കയ്യിൽ കറ്റാർവാഴ ഇല്ലെങ്കിൽ അത് കുറച്ചും കൂടിയും ചീപ്പാണ് നിങ്ങൾക്ക് കറ്റാർവാഴ ഇല്ല എന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഓരോ സ്ട്രാൻഡ് എടുത്തിട്ട് നമ്മളിതിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമ്മളൊരു അരമണിക്കൂറാണ് ഞാൻ അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ചെറിയ സ്ട്രാൻഡായിട്ട് എടുത്തിട്ട് ഇങ്ങനെ അതിങ്ങനെ വട്ടമായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ബാക്കിൽ നിന്ന് തന്നെ ചെയ്തുകൊണ്ട് വരുമ്പോൾ പിന്നെ നമുക്കിങ്ങനെ ഒരു വട്ടം കിട്ടണ പോലെ തോന്നുന്നുണ്ടോ. അപ്പോൾ ഞാനിത് ചെയ്തു വന്നപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി. അപ്പോൾ നമുക്ക് കുറച്ച് ക്ഷീണമൊക്കെ വേണം നല്ല മുടി കിട്ടണമെങ്കിൽ. പിന്നെ ഞാൻ തല കുളിച്ചിട്ട് ഞാൻ സാധാരണ നോർമലായിട്ടാണ് ഡ്രൈ ചെയ്യുന്നത്, അല്ലാണ്ട് ഒരു ഡ്രയറൊന്നും ഉപയോഗിക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നല്ല ഷൈനിയും അതുപോലെ തന്നെ സ്മൂത്തും അതുപോലെ ഭയങ്കര ബൗൺസി ആയിട്ടുള്ള ഹെയറാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് 100% ആയിട്ടും വർക്ക് ചെയ്യണ ഒരു നല്ല മെത്തേഡാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് മാത്രം അഭിപ്രായം പറയൂ കേട്ടോ.